ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കൂട്ടുകാരെ, പുതിയൊരു ക്രിസ്തു ജനന തിരുനാൾ കൂടി നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ആദ്യമായി ആട്ടിടയർക്കാണ് രക്ഷന്റെ വരവിനെ കുറിച്ച് ദൂതൻ സന്ദേശം നൽകിയത്. ഇടയന്റെ വഴിയെ പിന്തുടരുന്ന കൂട്ടമാണ് ആടുകൾ. ആ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിൽ പോലും അവ ഇടയനെ പിന്തുടരുന്നു. ലൂക്കോസിന്റെ വിവരണത്തിൽ യേശുവിന്റെ ജനനം ആഘോഷിച്ച ആദ്യ ഇടയന്മാരായിരുന്നു. ആടുകൾ ബൈബിളിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ട്. ഇടയന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇടയനും ആട്ടിൻകൂട്ടും തമ്മിലുള്ള പ്രത്യേകമായ ബന്ധം നിലനിർത്തുന്നു. ദൈവജനത്തെ പരാമർശിക്കാൻ ബൈബിളിൽ ഉടനീളം ആടുകളെ ഉപയോഗിക്കുന്നതായി നാം കാണുന്നു. ക്രിസ്തു നമ്മുടെ എളിമയുടെ സംരക്ഷകനാണ്. നാം അവന്റെ ആടുകളും. നമ്മെ സ്നേഹിക്കുവാനും പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും അവനാൽ എന്തെല്ലാം അവൻ ചെയ്യുന്നു. യേശുവിന്റെ ജനനത്തിന്റെ അത്ഭുതത്തിനായി ഇടയന്മാർ തങ്ങളുടെ ആടുകളെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷെ യേശു നമ്മെ വിട്ടു പോകുന്നില്ല. കാരണം അവൻ നല്ല ഇടയനാണ്. ഇടയൻ ആടുകളെ വിളിക്കുമ്പോൾ മാത്രമാണ് അവർ ഓടി വരുന്നത്. ഇടയൻ വിളിക്കുമ്പോൾ അവർ ഓടി വരുന്നു. വരൂ എന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അവനെ പിന്തുടരുന്നത് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല. കാരണം അവൻ ഇടയനായിരുന്നു. ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് യേശുവിനെ പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കും യേശുവിന്റെ പാത പിന്തുടരാം. അങ്ങനെ നന്മയിൽ മറ്റുള്ളവർക്ക് വഴികാട്ടിയായി തീരാം. ഏവർക്കും നല്ലൊരു പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ജയ് ക്രൈസ്റ്റ്.